പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻ്റെ സ്നേഹാശംസകൾ. നമ്മുടെ കുട്ടികളെല്ലാവരും തന്നെ ഇപ്പോൾ ഓൺലൈൻ പഠനത്തിലേക്ക് നിർബന്ധിതമായിരിക്കുക. കോവിഡ്-19 സാഹചര്യത്തിൽ നമ്മുടെ സ്കൂളുകളെല്ലാം കോളേജുകളെല്ലാം അവധിയായിരിക്കുകയും കുട്ടികളുടെ പഠനം മുടങ്ങാതിരിക്കുകയും ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഓൺലൈൻ വിദ്യാഭ്യാസം എന്നുള്ളത് സാർവത്രികമായി തീരുന്നത്. അങ്ങനെ നമ്മുടെ കുട്ടികളെല്ലാവരും തന്നെ ഓൺലൈൻ പഠനത്തിലേക്ക് തിരിയുമ്പോൾ വളരെ സ്വാഭാവികമായി തന്നെ അവരുടെ പഠന കാര്യത്തിൽ നമ്മൾ ഓൺലൈൻ പഠന കാര്യത്തിൽ വലിയ ശ്രദ്ധ കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ പല കുട്ടികളും ഈ ഓൺലൈൻ പഠനത്തിന്റെ മറവിൽ പല തെറ്റായ കാര്യങ്ങളിലേക്കും കടന്നു ചെല്ലുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് സുരക്ഷിതമായ ഓൺലൈൻ പഠനം എന്നുള്ളതിനെപ്പറ്റി സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെല്ലാം പറയുന്നത് പോലെ സാങ്കേതിക വിദ്യയുടെ സഹായം കുട്ടികളുടെ ഈ പഠനത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. വിശാലമായൊരു ലോകം അവരുടെ മുമ്പിൽ തുറന്നു കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ വിശാലമായ ലോകത്തിൽ അവരുടെ ലഭ്യമായ അവസരങ്ങൾ എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ചില മാർഗദർശനങ്ങൾ അവർക്ക് തീർച്ചയായും നൽകേണ്ടതുണ്ട്. അങ്ങനെ നൽകുമ്പോൾ രക്ഷിതാക്കൾ എന്നുള്ള രീതിയിൽ നമ്മുടെ ചുമതല ഇവർ ശരിയായ രീതിയിൽ ഓൺലൈൻ വിദ്യാഭ്യാസത്തിലേക്ക് കടന്നു ചെല്ലുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക എന്നുള്ളതാണ്. അതിനായി ചില കാര്യങ്ങളിൽ നമ്മൾ വലിയ ശ്രദ്ധ കൊടുക്കണം. ആ വലിയ ശ്രദ്ധ എന്ന് പറയുന്നത് അവരുടെ പഠനത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള അനവസരത്തിലും ഇടയ്ക്കിടയ്ക്കുമുള്ള ഇടപെടൽ എന്നല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് എല്ലാം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള ഒരു തോന്നൽ സൃഷ്ടിക്കാത്ത രീതിയിൽ അവരുടെ മേൽ വലിയ ശ്രദ്ധ ചെലുത്തുക എന്നുള്ളതാണ് രക്ഷിതാക്കളായ നാം ആദ്യം തന്നെ ചെയ്യേണ്ടത്. അതിനുള്ള ആദ്യത്തെ ഉപാധി എന്ന് പറയുന്നത് കുട്ടികളുമായി അവരുടെ ഈ ഓൺലൈൻ വിദ്യാഭ്യാസത്തെ പറ്റി തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. ഒരു ഓപ്പൺ കോൺവെർസേഷൻ അവരുമായിട്ട് നടത്തുക. അങ്ങനെ നടത്തുമ്പോൾ അവർക്ക് ഈ ഓൺലൈൻ വിദ്യാഭ്യാസത്തെ പറ്റിയുള്ള അവരുടെ കാഴ്ചപ്പാടുകൾ, അവരുടെ ഭയാശങ്കകൾ, അതുപോലെ തന്നെ അതിനെപ്പറ്റി അവർക്കുള്ള സംശയങ്ങൾ ഇതൊക്കെ തന്നെ ചർച്ചാ വിഷയമാവുകയും അങ്ങനെ ഒരു തുറന്ന അന്തരീക്ഷത്തിൽ അവരുടെ പഠനം തുടങ്ങാൻ കഴിയുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യം, പലപ്പോഴും നമ്മൾ നമ്മുടെ വീട്ടിലെ കമ്പ്യൂട്ടർ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് അല്ലെങ്കിൽ അധികം ആരും കടന്നു ചെല്ലാത്ത സ്ഥലത്ത് വെക്കുക എന്നുള്ളതാണ് പൊതുരീതി. അത് മാറ്റി കുട്ടികളുടെ ഓൺലൈൻ പഠനം നടത്തുന്ന കമ്പ്യൂട്ടർ ഒരു കോമൺ ഏരിയയിൽ, അതായത് ഒരു പൊതുസ്ഥലത്ത്, വീടിന്റെ അകത്ത് എല്ലാവർക്കും കാണാൻ കഴിയുന്ന രീതിയിൽ എല്ലാവർക്കും പ്രവേശനമുള്ള സ്ഥലത്ത് അത് വെക്കുക എന്നുള്ളതാണ് നമ്മൾ ഒന്നാമതായി ചെയ്യേണ്ടത്. മറ്റൊന്ന്, ഈ കുട്ടികൾ, നമ്മുടെ കുട്ടികൾ മറ്റേതെല്ലാം കമ്പ്യൂട്ടറുകൾ അല്ലെങ്കിൽ അത്തരം സാങ്കേതിക ഉപകരണങ്ങൾ, മൊബൈൽ, അതുപോലെ തന്നെ ടാബ് തുടങ്ങിയ ഏതെല്ലാം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതിനെ പറ്റിയുള്ള വളരെ കൃത്യമായ ഒരു അറിവ് നമ്മൾ ഉണ്ടാക്കണം. അത് ഈ കുട്ടികളോട് ചോദിച്ച് തന്നെ നമ്മളത് മനസ്സിലാക്കണം. ഒരു രഹസ്യാന്വേഷണം നടത്തുക എന്നതല്ല ഞാൻ ഉദ്ദേശിച്ചത്. മറിച്ച് ഈ കുട്ടികളുമായുള്ള സംഭാഷണത്തിൽ നമുക്ക് അവൻ അല്ലെങ്കിൽ അവൾ ഉപയോഗിക്കുന്ന മറ്റ് ഉപകരണങ്ങൾ ഏതൊക്കെയാണ്, കമ്പ്യൂട്ടർ പോലുള്ള ഉപകരണങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു അറിവ് നമ്മൾ ഉണ്ടാക്കി വെക്കണം. മറ്റൊന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ, ഓൺലൈൻ പഠനം നടത്തുമ്പോൾ അല്ലെങ്കിൽ ഓൺലൈനിൽ അവർ സെർച്ചിങ് നടത്തുമ്പോൾ യാതൊരു കാരണവശാലും അപരിചിതരുമായി ഇടപഴകാൻ, അതായത് അപരിചിതരുമായി സംഭാഷണം നടത്താനോ അവരെ കാണാനോ ഉള്ള ഇടവരുത്തരുത് എന്ന്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യരുത് എന്ന് നമ്മുടെ കുട്ടികളെ നമ്മൾ ബോധിപ്പിക്കണം. പലപ്പോഴും അപരിചിതരുമായിട്ടുള്ള അനാവശ്യ സംഭാഷണങ്ങളിലേക്ക് കടന്നു ചെല്ലുകയും അത് അവരെ വഴിതെറ്റിക്കുകയും ചെയ്യുന്ന ഒരു
സാമൂഹ്യ പശ്ചാത്തലമെന്ന് നിലവിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം എന്ന് ഞാൻ സൂചിപ്പിച്ചത്. പിന്നൊരു കാര്യം, ഈ ഇന്റർനെറ്റ് ടൈം അല്ലെ ഇന്റർനെറ്റിന്റെ സമയം അതൊരു കുടുംബ സമയമാക്കി മാറ്റുക. ഇന്റർനെറ്റ് ടൈം എന്ന് പറയുന്നത് ഒരു ഫാമിലി ടൈമാക്കി മാറ്റാൻ നമ്മൾ ശ്രദ്ധിക്കണം. കുട്ടികൾ തനിച്ചിരുന്ന് രഹസ്യമായി ഇന്റർനെറ്റ് നോക്കുന്ന സ്ഥിതി ഉണ്ടാകാതെ നോക്കേണ്ട ചുമതല രക്ഷകർത്താക്കളുടേതാണ്. അപ്പൊ അതുകൊണ്ട് കുട്ടികൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ അത് കുടുംബത്തിന്റെ ഒരു സമയമാക്കി മാറ്റുകയും അങ്ങനെ കുടുംബം കൂട്ടായി ഇന്റർനെറ്റ് നോക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയും വേണം. പാസ്വേഡുകൾ രഹസ്യമാണ് എന്ന് നമ്മളൊക്കെ പറയും. പക്ഷേ കുട്ടികൾ ഉപയോഗിക്കുന്ന ഇതിന്റെ പാസ്വേഡുകൾ ഏതാണെന്ന് രക്ഷിതാക്കൾ നിർബന്ധമായും ചോദിച്ചറിയണം. കാരണം കുട്ടികളുടെ പാസ്വേഡുകൾ അവർക്ക് രഹസ്യം സൂക്ഷിക്കാനുള്ളതല്ല, മറിച്ച് അവരുടെ പഠനവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് നമ്മൾ കുട്ടികളുടെ പാസ്വേഡുകൾ ചോദിച്ച് മനസ്സിലാക്കുകയും അത് എവിടെയെങ്കിലും എഴുതി സൂക്ഷിക്കുകയും വേണമെന്നുള്ളതാണ്. പലപ്പോഴും ഇന്റർനെറ്റ് ഉപയോഗിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ കുട്ടിയുടെ സ്വഭാവത്തിലൊക്കെ വ്യത്യാസം വരുന്നതായിട്ട് ഞങ്ങളെപ്പോലെയുള്ള ഡോക്ടർമാരെടുത്തും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ പ്രവർത്തകരുടെ അടുത്തുമൊക്കെ രക്ഷിതാക്കൾ വന്ന് പറയാറുണ്ട്. പക്ഷെ കുറെ കഴിഞ്ഞാണ് അവർക്കത് ബോധ്യമാവുക ഈ മാറ്റം. അപ്പോൾ രക്ഷിതാക്കളുടെ പ്രാഥമികമായ ഒരു ചുമതല എന്ന് പറയുന്നത് ഈ ഇന്റർനെറ്റ് ഉപയോഗിച്ച് തുടങ്ങുന്ന കാലഘട്ടത്തിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ കുട്ടിയുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളത് സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും അങ്ങനെ വ്യത്യാസം കാണുന്നുണ്ട് എങ്കിൽ അത് അവനോട് ചോദിച്ച് മനസ്സിലാക്കുകയും ആവശ്യമെങ്കിൽ വിദഗ്ധോപദേശം നേടുകയും വേണം. അപ്പൊ അത്തരത്തിൽ കുട്ടികളുടെ മാറ്റങ്ങൾ നമ്മുടെ രക്ഷിതാക്കളുടെ ശ്രദ്ധയിൽ വരണം എന്നുള്ളത് നിർബന്ധമായ ഒരു കാര്യമാണ്. ഈ ഇന്റർനെറ്റ് വഴി പരിചയപ്പെട്ട സുഹൃത്തുക്കൾ എന്ന് പറയുന്നവർ പലപ്പോഴും കുട്ടികളെ കയ്യിലെടുക്കുന്നത് അവർക്ക് എന്തെങ്കിലും സമ്മാനപ്പൊതികൾ നൽകിക്കൊണ്ടാണ്. അപ്പൊ അത്തരം ഗിഫ്റ്റുകൾ നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധാപൂർവ്വം നിരീക്ഷിക്കുകയും അത്തരം ഗിഫ്റ്റുകൾ തരുന്ന ആളുകൾ ആര്, അത് കൊടുക്കാൻ ശ്രമിക്കുന്നവരാര് എന്നുള്ളത് തിരിച്ചറിയുകയും അത് കിട്ടാൻ ഉള്ള ഒരു സാധ്യത ഒഴിവാക്കുകയും വേണം. അപ്പൊ ആ കാര്യത്തിൽ അതായത് അപരിചിതരുമായിട്ട് കൂട്ടുകൂടുന്നതിന്റെ ഫലമായിട്ടാണ് അവർ കുട്ടികൾക്ക് സമ്മാനങ്ങളുമായി വരുന്ന സ്ഥിതി ഉണ്ടാകുന്നത്. ഇന്റർനെറ്റ് കൂട്ടുകെട്ടുകൾ കുട്ടികളെ സമ്മാനപ്പൊതിയിലേക്ക് ആകർഷിക്കുകയും ആ സമ്മാനപ്പൊതി വഴി കുട്ടികളെ മറ്റു മോശപ്പെട്ട വലയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന റാക്കറ്റുകൾ നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട് എന്നുള്ളത് നമ്മുടെ ഓർമ്മയിലുണ്ടാകണം. മറ്റൊന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കുട്ടികളുടെ ഈ ഹിസ്റ്ററി, ബ്രൗസിംഗ് ഹിസ്റ്ററി, അതായത് കുട്ടികൾ എന്തൊക്കെയാണ് ഈ ഇന്റർനെറ്റിൽ പരതുന്നത് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ അന്വേഷിക്കുകയും അറിയുകയും വേണം. അവരുടെ സാന്നിധ്യത്തിൽ തന്നെ അവർ പരതിയ ബ്രൗസ് ചെയ്ത സൈറ്റുകൾ ഏതാണ് എന്നുള്ളത് കണ്ടെത്തുകയും അതിനെക്കുറിച്ച് നമുക്ക് ധാരണയുണ്ടാക്കുകയും വേണം. മറ്റൊന്ന്, ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നതിന് വീടിനകത്ത് ചില നിയമങ്ങൾ ഉണ്ടാക്കുകയും, നിയമങ്ങൾ എന്ന് പറയുമ്പോൾ കർശനത്വം എന്നല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് അത് ഉപയോഗിക്കേണ്ട സമയം, അത് ഉപയോഗിക്കുന്നതിനുള്ള പരിധി ഒക്കെ തന്നെ നിർണ്ണയിക്കുകയും അതൊരു നിയമം എന്നുള്ള രീതിയിൽ വീട്ടിനകത്തെ സൗഹാർദ്ദപരമായ ഒരു നിയമം എന്നുള്ള രീതിയിൽ അതിനെ സ്ഥാപിക്കുകയും അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുകയും ചെയ്യും. അതിൽ മാറ്റം വരുത്തരുത്. ഇന്നൊരു നിയമം, നാളെ മറ്റൊരു നിയമം. ഇന്ന് നീ എത്ര സമയം വേണമെങ്കിൽ നോക്കും, നാളെ 10 മിനിറ്റ് നോക്കുമ്പോഴേക്കും മതിയടാ എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് പോകരുത്. ഒരു നിയമം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ നിയമത്തെ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് കുട്ടിയെ ആ നിയമം അനുസരിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് രക്ഷിതാക്കൾ ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഇത്രയൊക്കെ ശ്രദ്ധിച്ചാലും നമ്മുടെ ഈ സാമൂഹ്യ സാഹചര്യത്തിൽ കുട്ടികൾ ഇരകളാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കുട്ടികളെ തെറ്റായ രീതിയിൽ ഉപയോഗിക്കാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ അതിന് പ്രേരിപ്പിക്കുന്ന നിരവധി
മാഫിയ സംഘങ്ങൾ എന്ന് തന്നെ വിളിക്കാവുന്ന ആളുകളുണ്ട് നമ്മുടെ ചുറ്റുപാടും. അപ്പൊ നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ കണ്ണു വേണം ഇരുപുറം എപ്പോഴും എന്ന് പറയുന്ന പോലെ എല്ലാ ഇതിലും വളരെ ശ്രദ്ധാപൂർവം നമ്മൾ കാത്തിരിക്കണം. പക്ഷെ എങ്കിൽ പോലും ആ ഭയപ്പാടല്ല അവിടെ വേണ്ടത്, മറിച്ച് ജാഗ്രതയാണ്. ആ ഭയപ്പാട് ആ ജാഗ്രത സൂക്ഷിച്ചു കഴിഞ്ഞാൽ, എത്ര സൂക്ഷിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ നമുക്ക് നമ്മുടെ ശ്രദ്ധയിൽ നിന്ന് മാറിപ്പോയി കുട്ടി ഒരു പക്ഷെ ഒരു ഇരയായിത്തീരുന്ന, ഈ വിക്ടിം ആയിത്തീരുന്ന ഒരു സ്ഥിതി ചിലപ്പോൾ ഉണ്ടായി എന്ന് വരാം. അങ്ങനെ നമ്മുടെ കുട്ടി ഒരു വിക്ടിമായി തീർന്നു കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും അത് മറച്ചു വെക്കാനോ ഒളിച്ചു വെക്കാനോ ആരോടും പറയാതെ വെക്കാനോ രഹസ്യമായി വെക്കാനോ ശ്രമിക്കരുത്. മറിച്ച് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ നിയമപാലന സംവിധാനത്തെ, പോലീസിനെ, ഇപ്പൊ സൈബർ നിയമങ്ങൾക്ക് വേണ്ടി പ്രത്യേക പോലീസ് വിഭാഗമുണ്ട്. ആ പോലീസ് വിഭാഗത്തെ വിവരമറിയിക്കുകയും അവരുടെ സഹായത്തോടു കൂടി കുട്ടിയെ അതിൽ നിന്ന് രക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് നമ്മൾ വളരെ ശുഷ്കാന്തിയോടുകൂടി പ്രവർത്തിക്കണം. രഹസ്യ സ്വഭാവം സൂക്ഷിച്ചുകൊണ്ട് കുട്ടിയുടെ ഭാവി അവതാളത്തിലാക്കുന്ന നിലപാടിലേക്ക് ദയവായി രക്ഷിതാക്കൾ പോകരുത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഏറ്റവും ഒടുവിലായി നമ്മൾ നമ്മുടെ കുട്ടികൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകളിൽ നിർബന്ധമായും ഒരു ആന്റിവൈറസ് ഇത് സ്ഥാപിക്കണം. ആന്റിവൈറസ് സോഫ്റ്റ്വെയർ സ്ഥാപിക്കണം. അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ സ്വാഭാവികമായി തന്നെ ഈ കുട്ടികൾ തെറ്റായ കുട്ടികൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അവർ പോകുന്ന സൈറ്റുകളൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ വിചിത്രമായ സൈറ്റുകളിലേക്ക് പോകും. അഡൽട്ടുകൾ കാണും, പ്രായപൂർത്തിയായവർ കാണേണ്ട സൈറ്റുകളിൽ കടന്നു ചെന്ന് വിവരങ്ങൾ തിരക്കുക എന്നുള്ളത് ഒരു ബാല്യ കൗതുകമാണ് പല കുട്ടികൾക്കും. അതുകൊണ്ട് അത്തരം ഇതൊക്കെ ഇല്ലാതിരിക്കാൻ ഒരുപക്ഷെ ഈ ആന്റിവൈറസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതുകൊണ്ട് കഴിയും. ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ, നമ്മൾ വിചാരിക്കുന്നത് പോലെ ലളിതമല്ല കാര്യങ്ങൾ എന്നുള്ളതാണ്. നമ്മുടെ കുട്ടികൾ ഓൺലൈനിൽ ചെന്ന് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയുള്ള പഠനങ്ങൾ തെളിയിക്കുന്നത് ഏതാണ്ട് 29% കുട്ടികൾ നമ്മുടെ പാരന്റ്സ് അല്ലെങ്കിൽ രക്ഷിതാക്കൾ എന്താണോ ഇഷ്ടപ്പെടാത്തത് അത്തരം സൈറ്റുകളിലേക്കാണ് കടന്നു ചെല്ലുന്നത് എന്നുള്ളതാണ് ഒരു പഠനം സൂചിപ്പിക്കുന്നത്. 21% കുട്ടികൾ അപരിചിതരുമായി ചാറ്റ് ചെയ്യുന്നവരാണ്. ആ 21% കുട്ടികൾ അപരിചിതരുമായി ചാറ്റ് ചെയ്യുന്നു എന്നുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത് നമ്മുടെ ശ്രദ്ധ അവരുടെ മേൽ കൂടുതൽ വേണം എന്നുള്ളത് തന്നെയാണ്. ഇനി ഒന്നുകൂടി നോക്കൂ, 17% കുട്ടികൾ നമ്മുടെ സ്കൂൾ കുട്ടികളിൽ തന്നെ അല്ലെങ്കിൽ കോളേജ് വിദ്യാർത്ഥികളിൽ തന്നെ 17% ആളുകൾ ഈ പോൺ വീഡിയോകൾ അല്ലെങ്കിൽ അഡൽട്ട് വീഡിയോകളിലേക്ക് വളരെ നിർഭയമായി കടന്നു ചെല്ലുന്ന സ്ഥിതിയുണ്ട് എന്നുള്ളത് പഠനം സൂചിപ്പിക്കുന്നുണ്ട്. ഇനി രസകരമായ ഒരു 11% കുട്ടികളുണ്ടല്ലോ, ആ കുട്ടികൾ അവർ വെബ്സൈറ്റിൽ തപ്പുന്നത് സ്കൂൾ അതോറിറ്റി അല്ലെങ്കിൽ സ്കൂൾ വർക്കുകളിൽ നിന്ന് എങ്ങനെ മാറാമെന്നുള്ളതിനെ പറ്റി ഉപദേശം കൊടുക്കുന്ന സൈറ്റുകളാണ്. നോക്കൂ, എത്ര രസകരമായി നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ, പക്ഷെ കുട്ടിയെ വഴിതെറ്റിക്കുകയാണ്. അപ്പൊ അത്തരം സൈറ്റുകൾ പോലും നമ്മുടെ ഇന്റർനെറ്റിന്റെ വിശാലമായ ലോകത്തുണ്ട് എന്ന് നമ്മൾ അറിയണം. ഈ ചീറ്റിംഗ് സ്കൂൾ വർക്ക്സ് എന്ന് പറയും, അതായത് സ്കൂൾ വർക്കുകളിൽ നിന്ന് എങ്ങനെ ഒഴിവായി നിൽക്കാമെന്നതിനെ പറ്റി പഠിപ്പിക്കുന്ന സൈറ്റുകളുണ്ട്. അതിൽ 11% കുട്ടികൾ കടന്നു ചെല്ലുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഒരു 4% കുട്ടികൾ പോകുന്നത് ഗാംബ്ലിംഗ്, ചൂതാട്ടത്തിന്റെ സൈറ്റുകളിലേക്കാണ്. ചൂതാട്ടത്തിന്റെ സൈറ്റുകളിലേക്ക് കടന്നു ചെന്ന് വളരെ ചെറുപ്പത്തിൽ തന്നെ ചൂതാട്ടത്തിൽ ഹരം പിടിച്ചുകൊണ്ട് നമ്മുടെ തെറ്റായ വഴികളിലേക്കും സാമ്പത്തികമായ നഷ്ടങ്ങളിലേക്കുമൊക്കെ മാതാപിതാക്കളെയും കുടുംബത്തെയും ഒക്കെ നയിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ പോകുന്ന അല്ലെങ്കിൽ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്ന സ്ഥിതിവിശേഷം ഇന്റർനെറ്റ് വഴി നമ്മുടെ കുട്ടികൾ ചിലപ്പോൾ ചെയ്തു പോകാറുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി കാണുകയും ശ്രദ്ധയോടുകൂടി കുട്ടികളുടെ ഈ കുട്ടികൾ ഓൺലൈൻ ആകുമ്പോൾ എങ്ങനെ സുരക്ഷിതമായ ഓൺലൈൻ പ്രവേശനം നടത്താമെന്നും എങ്ങനെ സുരക്ഷിതമായി ഓൺലൈൻ പഠനം നടത്താമെന്നുള്ളതിനെ പറ്റിയുള്ള ധാരണ രക്ഷാകർത്താക്കൾക്കും അതുവഴി നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഇനിയും ഒരുപക്ഷെ നീണ്ടകാലം അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലധികം കാലം ഒരുപക്ഷെ ഇന്റർനെറ്റ് വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഡിജിറ്റൽ വിദ്യാഭ്യാസം തുടർന്നു പോകേണ്ട സ്ഥിതിവിശേഷം ഉണ്ടായേക്കാം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുട്ടികൾ തെറ്റായ വഴിയിലേക്ക് പോകാതിരിക്കാൻ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ
പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുക, അത് പ്രാവർത്തികമാക്കുക. അതുവഴിയും കുട്ടികളുടെ ഓൺലൈൻ പഠനം സുരക്ഷിതവും ഫലപ്രദവുമാക്കാൻ നമുക്ക് കഴിയും. എല്ലാവർക്കും എന്റെ സ്നേഹാശംസകൾ ഒരിക്കൽ കൂടി നേരുന്നു. എല്ലാ കുട്ടികളുടെയും പഠനം സുഗമമാകട്ടെ, സുഖകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു.